നമസ്കാരം. പുതിയൊരു കൊട്ടിയൂർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാപ്പത്ത്, അതായത് നവംബർ മാസങ്ങളിൽ തെയ്യം തുടങ്ങുകയാണ്. അപ്പോൾ തെയ്യം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള തെയ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കാവുകളുണ്ട്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെ പലതരത്തിലുള്ള തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഈ തെയ്യങ്ങളൊക്കെ കാണാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫാമിലിയോട് കൂടിയിട്ട് താമസിക്കാനുള്ള സൗകര്യവും അങ്ങോട്ടുള്ള വാഹന സൗകര്യവും അതുപോലെ തന്നെ കാവുകളിൽ എത്തിക്കുകയൊക്കെ ചെയ്യുവാണെന്ന് താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നെ കോൺടാക്ട് ചെയ്താൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പം ഞാൻ ഇന്ന് കൊട്ടിയൂരിൽ പോയിരുന്നു. നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്കൊക്കെ, പക്ഷേ വൈകുന്നേരമായപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരുവഞ്ചിറയിൽ നിന്ന് ഇങ്ങനെ ചില ആൾക്കാർ ചെരുപ്പൊക്കെ അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ ചെരുപ്പ് വെച്ച് പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ആ ചെരുപ്പ് പിന്നെ കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും മഴ പെയ്യും. ആ സമയത്ത് എന്ന് പറയുന്നത് ആ ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒഴുകിപ്പോകും. നമ്മൾ ചിലപ്പോൾ പോകുമ്പോൾ വെള്ളം കുറേശ്ശേ വരുന്നുണ്ടാവുള്ളൂ, പക്ഷേ ഏത് നിമിഷമാണ് വെള്ളം കൂടുതൽ വരുവാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് പേരുടെ ചെരുപ്പൊക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ ഇന്ന് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ഉച്ചവരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അതായത് 11:30 ശീവേലി തുടങ്ങും എന്നാണ് എനിക്ക് കിട്ടിയൊരു വിവരം. അതാണെങ്കിൽ ഒരു 12 കൂടിയിട്ട് അവസാനിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളെ, അതായത് തിടമ്പ് താഴെ ഇറക്കുമ്പോൾ ഒരു സ്ത്രീകൾ പോലും അവിടെ ഉണ്ടാകരുത് എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരും അതുപോലെ തണ്ടർ ബോൾട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വളണ്ടിയേഴ്സും എല്ലാവരും ഉണ്ടെങ്കിലും അവരാരും പറയാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തു പോവുക. അതാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ടു, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലും അവിടെ ഇവിടെയൊക്കെ കളയുന്നത്. അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴുകിയെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുഴയിലേക്കാണ്. അപ്പോൾ ആ പുഴ മലിനമാക്കാതിരിക്കുക. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് കണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഒരു കാരണവശാലും നമ്മളവിടെ മലിനമാക്കാൻ പാടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ജോലിക്കാരുണ്ട്, അവർ പെട്ടെന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമിച്ചേ തീരൂ. നമ്മൾ വരെ ക്ലീൻ ആക്കണത് അതാണ് വേണ്ടത്. നമ്മളെ പരിപാവനമായ നമ്മുടെ ഒരു പുണ്യഭൂമിയാണത്. അതൊരിക്കലും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ കച്ചറയാക്കാൻ പാടില്ല. നമ്മളൊരു ബോട്ടിൽ ഒരു വെള്ളം കുടിച്ച് നിസാരമായൊരു ബോട്ടിൽ പോലും അവിടെ അങ്ങനെ എറിയാൻ പാടില്ല. അത് നമ്മൾ സൂക്ഷിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് കൊണ്ട് ഇടുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവറുകളായാലും എന്തെന്നായി കഴിഞ്ഞാലും നമ്മൾ ഒരു കാരണവശാലും ആ ഒരു പരിപാവനമായ സ്ഥലത്തെ ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം ക്ലീനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ടീം തന്നെ അവിടെയുണ്ട്. ആ ടീം കൃത്യമായിട്ട് ഞാനിന്ന് കണ്ടു. ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചില ആൾക്കാർ വെള്ളക്കുപ്പികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചിട്ടോ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ ബോട്ടിലുകളൊക്കെ അവിടെ ഇവിടെ ഇട്ടപ്പോഴും വണ്ടി കയറിയിട്ട് ഇങ്ങനെ ഇതായത് അവരിങ്ങനെ പൊറുക്കി കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലിക്കാർ തന്നെയാണ്, ശരിയാണ്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം അവിടെയുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മളും നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോഴും നാളെയും മറ്റന്നാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തജന തിരക്ക് തന്നെയായിരിക്കും. കാരണം സ്ത്രീകൾ തന്നെയായിരിക്കും കൂടുതൽ വരിക. അതുമാത്രവുമല്ല, നാളെയും മറ്റന്നാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണനയും കൊടുക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് ആ ഒരു 1.5 ദിവസം ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പിന്നെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മകം കലം വരവാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശവും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുവാണെന്ന് അന്ധകാര്യത്തിലായിരിക്കും ഈ കലം വരവ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഇനി അഥവാ വാഹനങ്ങൾ അതിൻ്റെ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ ഇരിക്കുക. അതുമാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു നിഗൂഢമായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മകം കലം വരവ്. ഭക്തജനങ്ങൾക്കായാലും അങ്ങോട്ട് പ്രവേശനം അധികം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയന്ത്രണം ഉണ്ടാകും. അതായത് പുരുഷന്മാർ മാത്രമേ കയറുള്ളൂ. പുരുഷന്മാർക്ക് തന്നെ നിയന്ത്രണം ഉണ്ടാകും. ആ പൂജയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നിഗൂഢമായിട്ടുള്ളൊരു പൂജയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറിയിട്ട് ഒരു ഇതാക്കാനൊന്നും നമുക്ക് കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു രസം കണ്ടതെന്ന് വെച്ചാൽ ഓടപ്പൂ. അതായത് ഓടപ്പൂ ഞാൻ കുറേ അങ്ങ് ദൂരെ പോയപ്പോഴേ അങ്ങോട്ടൊക്കെ വില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇങ്ങ് വാങ്ങിക്കുന്നതിലും കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വില വ്യത്യാസമുണ്ട്. ആ ഒരു കടയിലൊരു അമ്മയാണ്, ആ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് വില കുറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ വാങ്ങിക്കും,
ഇങ്ങോട്ട് വരുമ്പോഴാണ് അവർക്ക് കച്ചവടം കുറവാണ്, അതുകൊണ്ട് അവർ വില കുറച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതൊക്കെ പിന്തുടരാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വന്ന് അവരെയും നമ്മൾ സഹായിക്കണമല്ലോ. അതായത് ഈ ഓടപ്പൂ വിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഒരു ഇതാണ്, ഒരു നമുക്ക് എന്താ പറയുക, ഒരു നിവേദ്യമാണത്. ആ നിവേദ്യത്തിൽ നമ്മളും കൂടി പങ്കാളികളാകുമ്പോൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുക്കൊന്നും കൂടി വാങ്ങിക്കുക. പിന്നെ ഒരുപാട് ചന്തകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ കണ്ടു, ഒരുപാട് തിരക്കുകളുണ്ട്, പിന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ അവിടെ കണ്ടു കേട്ടോ. ഇതാരെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്താ പറയുക, എല്ലാവരും മത്സരമാണ്, ഓഫറിന് വേണ്ടിയിട്ട് മത്സരമാണ്. പക്ഷേ ചായക്കടക്കാരെടുക്കുക ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാദ്യ പൈസയാണ് വാങ്ങിക്കുന്നത്. ഒരു ചായ ഒരു കടിയും കുടിച്ചു കഴിഞ്ഞാൽ, അതായത് ആ അക്കരെ കൊട്ടിയൂരിൻ്റെ ആ ഒരു സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 30 രൂപക്ക് കുടിക്കാം. നേരെ മറിച്ച് കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് 33 രൂപയാക്കിയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയായിരുന്നു. അതായത് 17 രൂപ കടിക്കും 16 രൂപ ചായക്കും ആക്കിയിരിക്കുന്നത്. അതൊരു ഭയങ്കര പിടിച്ചുപറിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കച്ചവടമുണ്ട്, അതായത് കച്ചവടം ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല, നല്ല കച്ചവടമാണ് നടക്കുന്നത്. അപ്പോൾ ഈ കച്ചവടം നടക്കുമ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശരിയാണ്, ശമ്പളം കൊടുക്കണം, അതുപോലെ തന്നെ എല്ലാം കൊടുക്കണം, അതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ. അതായത് ഇപ്പോൾ 10 ചായ പോകുന്നെടുക്കുക 100 ചായ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ 10 ഊണ് പോകേണ്ടെടുക്കുക 100 150 ഊണാണ് പോകുന്നത്, അതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ പിടിച്ചുപറി തന്നെയാണ്. അതായത് കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ള ആ ഒരു പരിപാടി വളരെ മോശം തന്നെയാണ്. ഇതൊക്കെ ഏകീകരിക്കേണ്ടതാണ്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞ് ഇപ്പം മാറ്റം വന്നാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴെല്ലാവരും അതാണല്ലോ ഗ്യാസിൻ്റെ പേരും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അങ്ങനെ അങ്ങ് ഇത് ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതായത് നാളെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്നവർ വളരെയധികം സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ, ഇന്ന് ബസ്സിനാണ് ഞാൻ പോയത്. അപ്പോൾ ബസ്സിൻ്റെ മുന്നിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ആ സീറ്റിലിരുന്ന് ഞാൻ നോക്കിയപ്പോഴേ പല വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പാച്ചിൽ തന്നെയാണ് പായുന്നത്. അതായത് ഭഗവാനെ ദർശിക്കാൻ വന്നവർ വളരെ കുറച്ച് പതുക്കെ പോയാൽ പോരെ, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും എന്തോ എനിക്ക് എത്തണം ആദ്യം എന്നുള്ള തരത്തിൽ, അതായത് വരിയായിട്ട് വരുന്ന വണ്ടികളാണ്, പക്ഷെ ഇവർക്ക് അതൊന്നും ബാധകമല്ല എന്നുള്ള തരത്തിൽ അവർ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ പെരുമാറ്റങ്ങളും ഞാൻ കണ്ടു. പക്ഷെ അതൊക്കെ വളരെ മോശം തന്നെയാണ്. വാഹനം എടുത്ത് പോകുന്നവരൊക്കെ വളരെയധികം മിതത്വം പാലിക്കുക. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത്, അത് ആരെയും ഭയപ്പെടുത്താതെ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, റോഡിൻ്റെ സൈഡിലോട്ടേക്ക് ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നതാണ്, ഒന്നും അപകടങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വേണം നമ്മൾ വാഹനം എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടും ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മരണപ്പാച്ചലാണ് കാണിക്കുന്നത്. അത് വളരെ മോശം തന്നെയാണ്. അതും ഫാമിലിയോട് കൂടിയിട്ടാണ് ആൾക്കാർ വരുന്നത്, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്നവർ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത്, മാല അതുപോലെ തന്നെ സ്വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ പരമാവധി ഇതൊക്കെ ഇടാണ്ട് വരുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഒരു ടെൻഷനും ഇല്ലല്ലോ. അതായത് ഈ സ്വർണ്ണം ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും നോക്കാനോ ഒന്നും ഇതാക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത്? നമ്മുടെ ഭക്തിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്വർണ്ണം ഇനിയിപ്പോൾ എന്തെങ്കിലും മുക്കുവാണ്ടിട്ട് അത് പൊട്ടിച്ച് കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, അങ്ങനെ ഇട്ടാലും മതി. അല്ലാതെ എന്ന് പറഞ്ഞ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ കണ്ടാണ്, അതായത് ഒരു സ്ത്രീയുടെ എന്തോ പൊട്ടിച്ചു കൊണ്ടുപോയി നിലം പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും, പിന്നെ ആ കള്ളന്മാരുടെ ലിസ്റ്റൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ പ്രായമായവരെയും കുട്ടികളെയും എല്ലാവരും വളരെയധികം കെയർ ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായി വരുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തെയ്യങ്ങളോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം.